അക്കി നമ്മുടെ ഇടയിൽ അത്ര പ്രചാരത്തിലില്ലാത്തൊരു സസ്യമാണ് അക്കി. ചുവന്നു തുടുത്ത കശുമാങ്ങാ പഴങ്ങൾ പോലെ നിറയെ കായ്കളുമായി ആരെയും ആകർഷിക്കുന്ന സസ്യമാണ് അക്കി. ഒരിനം നിത്യഹരിത ഫല സസ്യമാണ് അക്കി. വർഷത്തിലെ എല്ലാ കാലത്തും ഇവയിൽ ഫലമുണ്ടാകുന്നു. ജമൈക്ക രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ് അക്കി. കേരളത്തിലെ ഉഷ്ണമേഖല കാലാവസ്ഥയ്ക്ക് യോജിച്ചതെങ്കിലും നാട്ടിലിവ അത്ര പ്രചാരത്തിലായിട്ടില്ല. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബ്ലിഗിയ സപ്പിഡ എന്നുള്ളതാണ്. ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം 1793 ജമൈക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ക്യൂവിലെ റോയൽ ബൊട്ടാണിക് ഗാർഡനിലേക്ക് പഴം എടുത്ത ക്യാപ്റ്റൻ വില്യം ബ്ലിഗിനെ ആദരിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ അക്കി എന്നാണ് പറയുക. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ അക്കി, വെജിറ്റബിൾ ബ്രെയിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖല പശ്ചിമാഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നു. മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് ഇവ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇത് വ്യാപിക്കുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. സീസണില്ലാതെ പല പ്രാവശ്യം പൂക്കുന്ന ഇവ തേനീച്ച കർഷകർക്ക് ഉപകാരിയാണ്. വേനലിലും ഇലകൾ നന്നായി ഉള്ളതുകൊണ്ട് നല്ല തണലും തണുപ്പും ഉണ്ടാകും. രൂപകരണം നോക്കാം. 10 മീറ്റർ വരെ ഉയരത്തിൽ നിരവധി ശാഖോപശാഖകളായി അക്കി വളരുന്നു. ഇലകൾ സംയുക്ത പത്രങ്ങളാണ്. മരത്തിൽ നിറയെ ചുവപ്പ് നിറത്തിലുള്ള ഫലം ധാരാളമായി കാണപ്പെടുന്നു. കശുമാങ്ങയോട് സാമ്യമുള്ള ഇനം പഴങ്ങളാണ് ഇവയിൽ വളരുന്നത്. വർഷത്തിൽ എല്ലാ കാലത്തും ഇവയിൽ ഫലമുണ്ടാകുന്നു. അക്കിക്ക് വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഇതിൻ്റെ കായ്കൾക്ക് ചവർപ്പ് രുചിയാണ്. ഇളം കായ്കൾ പച്ച നിറത്തിലും പാകമായവ മഞ്ഞ, പഴുത്തവ ചുവന്ന നിറത്തിലും കാണപ്പെടുന്നു. ഇവയിലെ ഫലം മാംസളമായ പുറന്തൊലിയോടും അകത്ത് തലച്ചോറാകൃതിയിൽ പരിപ്പ്, കറുത്ത ചെറിയ വിത്തുകൾ എന്നിവയോട് കൂടിയതുമാണ്. ഇവയുടെ വിളഞ്ഞു പഴുത്ത കായ്കൾ താഴെ വീണ് പൊട്ടിച്ചിതറി കിടക്കും. ഈ പഴത്തിൻ്റെ പരിപ്പ് മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ഇവ നല്ല അലങ്കാര സസ്യമായും തണൽ വൃക്ഷമായും വളർത്തുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ ഫലത്തിൽ മാരകമായേക്കാവുന്ന വിഷം ഉള്ളതായി പറയപ്പെടുന്നുവെങ്കിലും വിവിധ കരീബിയൻ പാചക രീതികളിൽ ഇത് പ്രത്യേകമായി തയ്യാറാക്കുകയും വേവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു രുചികരമായ വിഭവമായി അവിടുത്തുകാർ കണക്കാക്കപ്പെടുന്നു. പഴുത്ത കായ്കളിൽ നിന്നും പുറത്തു വരുന്ന പരിപ്പ് നേരിട്ട് ഭക്ഷിക്കാവുന്നതാണ്. കശുവണ്ടിപ്പരിപ്പിൻ്റെ രുചിയുള്ള പരിപ്പ് കറി വയ്ക്കാനും ഉപയോഗിക്കാറുണ്ട്. പശ്ചിമാഫ്രിക്കയിലും കരീബിയൻ ദ്വീപുകളിലെ ഗ്രാമപ്രദേശങ്ങളിലും ഈ ഫലത്തിന് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട്. ഇതിൻ്റെ സോപ്പ് ഗുണങ്ങളെ വസ്ത്രം വൃത്തിയാക്കുന്നതിനും മീൻ വിഷമായും ഉപയോഗിക്കാറുണ്ട്. ഈ സസ്യത്തിൻ്റെ സുഗന്ധമുള്ള പൂക്കൾ അലങ്കാരത്തിനായി ഉപയോഗിക്കാറുണ്ട്. സസ്യത്തിൻ്റെ തടി പ്ലൈവുഡ് നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. അക്കിയിൽ മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഉണങ്ങിയ പരിപ്പിൽ കൊഴുപ്പ് ആസിഡുകളായ ലിനോലൈക്, പാൽമിറ്റിക്, സ്റ്റീറിക് ആസിഡുകൾ 51 തുടങ്ങി 58% വരെ ഉണ്ട്. വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് അസംസ്കൃത ഫലം. ഔഷധ മൂല്യത്തെ നോക്കാം. ആഫ്രിക്കൻ പരമ്പരാഗത വൈദ്യത്തിൽ ഈ സസ്യത്തിൻ്റെ ഫലങ്ങളും ഇലകളും പുറന്തൊലിയും ചില ചെറിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ജലദോഷം, പനി, ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്തൽ, അപസ്മാരം എന്നിവയ്ക്ക് ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. കൃഷിയെ നോക്കാം. അക്കിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച തൈകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാം. കൂടകളിൽ 1 വർഷം വരെ വിത്ത് വളർത്തിയ ശേഷം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി മാറ്റി നടാം. വെള്ളക്കെട്ടില്ലാത്ത നേരിയ വളക്കൂറുള്ള ഏത് മണ്ണിലും അക്കി നന്നായി വളർന്ന് കായ്കളുണ്ടാകും. നല്ല വേഗത്തിൽ വളരും. പ്രത്യേകിച്ച് വളപ്രയോഗമോ വെള്ളമോ ഒന്നും നൽകേണ്ടതില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. അക്കിയുടെ മൂപ്പത്താത്ത കായിൽ വിഷമടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഭക്ഷ്യയോഗ്യമല്ല. പാർശ്വഫലങ്ങളെ നോക്കാം. ഫലത്തിൻ്റെ മാംസള ഭാഗം അകത്ത് ചെന്നാൽ അത് കരളിനെ ദോഷകരമായി ബാധിക്കും. പഴുക്കാത്ത പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, മർദ്ദം എന്നിവയിൽ മാറ്റം വരാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാനും സാധ്യതയുണ്ട്.